ലീനാസ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചില MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആദിയിൽ ഉണ്ടായിരുന്നത് ആര് അല്ലെങ്കിൽ എന്ത്? ഓപ്ഷൻസ്: എ മോശെ, ബി വചനം, സി യോഹന്നാൻ, ഡി ഏലിയ. ഉത്തരം ബി വചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. രണ്ടാമത്തെ ചോദ്യം, വചനം ആരോടുകൂടെ ആയിരുന്നു? ഓപ്ഷൻസ്: എ മനുഷ്യരുടെ, ബി ദൈവത്തിൻ്റെ, സി ദൂതന്മാരുടെ, ഡി ശിഷ്യന്മാരുടെ. ഉത്തരം ബി ദൈവത്തോടുകൂടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. മൂന്നാമത്തെ ചോദ്യം, വചനം ആരായിരുന്നു? ഓപ്ഷൻസ്: എ പ്രവാചകൻ, ബി ദൂതൻ, സി ദൈവം, ഡി രാജാവ്. ഉത്തരം സി ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. നാലാമത്തെ ചോദ്യം, ജീവൻ മനുഷ്യരുടെ എന്തായിരുന്നു? ഓപ്ഷൻസ്: എ പ്രത്യാശ, ബി വെളിച്ചം, സി രക്ഷ, ഡി സന്തോഷം. ഉത്തരം ബി വെളിച്ചം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം. അഞ്ചാമത്തെ ചോദ്യം, വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഓപ്ഷൻസ്: എ സ്വർഗത്തിൽ, ബി ദേവാലയത്തിൽ, സി ഇരുളിൽ, ഡി സഭയിൽ. ഉത്തരം സി ഇരുളിൽ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. ആറാമത്തെ ചോദ്യം, ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ്റെ പേര് എന്ത്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യോഹന്നാൻ, സി യാക്കോബ്, ഡി അന്ത്രയോസ്. ഉത്തരം ബി യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. ഏഴാമത്തെ ചോദ്യം, യോഹന്നാൻ എന്തിനായിട്ടാണ് വന്നത്? ഓപ്ഷൻസ്: എ സ്നാനം നൽകാൻ, ബി സാക്ഷ്യം പറവാൻ, സി പ്രസംഗിപ്പാൻ, ഡി പഠിപ്പിപ്പാൻ. ഉത്തരം ബി സാക്ഷ്യം പറവാൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. എട്ടാമത്തെ ചോദ്യം, യോഹന്നാൻ എന്തിനെക്കുറിച്ച് സാക്ഷ്യം പറവാനാണ് വന്നത്? ഓപ്ഷൻസ്: എ സ്വർഗരാജ്യത്തെക്കുറിച്ച്, ബി പിതാവിനെക്കുറിച്ച്, സി സത്യത്തെക്കുറിച്ച്, ഡി വെളിച്ചത്തെക്കുറിച്ച്. ഉത്തരം ഡി വെളിച്ചത്തെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. ഒമ്പതാമത്തെ ചോദ്യം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ ന്യായപ്രമാണം, ബി യോഹന്നാൻ, സി സത്യവെളിച്ചം, ഡി മോശെ. ഉത്തരം സി സത്യവെളിച്ചം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. പത്താമത്തെ ചോദ്യം, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആരാകാനാണ് അധികാരം കൊടുത്തത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി പ്രവാചകന്മാർ, സി ദൈവമക്കൾ, ഡി പുരോഹിതന്മാർ. ഉത്തരം സി ദൈവമക്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. 11ാമത്തെ ചോദ്യം, ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തത് ആര്? ഓപ്ഷൻസ്: എ വെളിച്ചം, ബി ആത്മാവ്, സി വചനം, ഡി തേജസ്. ഉത്തരം സി വചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. 13ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിൻ്റെ ഡേഷിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഓപ്ഷൻസ്: എ നിറവിൽ നിന്ന്, ബി തേജസ്സിൽ നിന്ന്, സി ജീവനിൽ നിന്ന്, ഡി പിതാവിൽ നിന്ന്.
ഉത്തരം എ നിറവിൽ നിന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. 14-ാമത്തെ ചോദ്യം. ആര് മുഖാന്തരമാണ് ന്യായപ്രമാണം ലഭിച്ചത്? ഓപ്ഷൻസ്: എ അബ്രാഹാം, ബി ദാവീദ്, സി മോശെ, ഡി യോശുവ. ഉത്തരം സി മോശെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. 15-ാമത്തെ ചോദ്യം. കൃപയും സത്യവും ആര് മുഖാന്തരമാണ് വന്നത്? ഓപ്ഷൻസ്: എ മോശെ, ബി യോഹന്നാൻ, സി യേശുക്രിസ്തു, ഡി പത്രോസ്. ഉത്തരം സി യേശുക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. 16-ാമത്തെ ചോദ്യം. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ വെളിപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: എ മോശെ, ബി ഏകജാതനായ പുത്രൻ, സി യോഹന്നാൻ, ഡി അബ്രാഹാം. ഉത്തരം ബി ഏകജാതനായ പുത്രൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. 17-ാമത്തെ ചോദ്യം. യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും ആരുടെ അടുക്കിലേക്കാണ് അയച്ചത്? ഓപ്ഷൻസ്: എ യേശുക്രിസ്തുവിൻ്റെ, ബി യോഹന്നാൻ്റെ, സി പീലിപ്പോസിൻ്റെ, ഡി അന്ത്രയോസിൻ്റെ. ഉത്തരം ബി യോഹന്നാൻ്റെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. 18-ാമത്തെ ചോദ്യം. ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി അന്ത്രയോസ്, സി യോഹന്നാൻ സ്നാപകൻ, ഡി നഥനയേൽ. ഉത്തരം സി യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. 19-ാമത്തെ ചോദ്യം. യെരുശലേമിൽ നിന്ന് വന്ന പുരോഹിതന്മാരോടും ലേവ്യരോടും താൻ ആരാണെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഓപ്ഷൻസ്: എ പ്രവാചകൻ, ബി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, സി രാജാവ്, ഡി പുരോഹിതൻ. ഉത്തരം ബി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. 20-ാമത്തെ ചോദ്യം. യെരുശലേമിൽ നിന്ന് വന്ന പുരോഹിതന്മാരും ലേവ്യരും ആരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു? ഓപ്ഷൻസ്: എ ലേവ്യരുടെ, ബി സദൂക്യരുടെ, സി പരീശന്മാരുടെ, ഡി പുരോഹിതന്മാരുടെ. ഉത്തരം സി പരീശന്മാരുടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. 21-ാമത്തെ ചോദ്യം. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: എ യെരുശലേമിൽ വെച്ച്, ബി ബെഥാനിയയിൽ വെച്ച്, സി ഗലീലയിൽ വെച്ച്, ഡി ശമരിയയിൽ വെച്ച്. ഉത്തരം ബി യോർദാനക്കരെ ബെഥാനിയയിൽ വെച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. 22-ാമത്തെ ചോദ്യം. യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇതാ ദാവീദിൻ്റെ പുത്രൻ, ബി ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, സി ഇതാ ഇസ്രായേലിൻ്റെ രാജാവ്, ഡി മുകളിൽ പറഞ്ഞത് എല്ലാം. ഉത്തരം ബി ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. 23-ാമത്തെ ചോദ്യം. യേശു വെള്ളത്തിൽ സ്നാനമേറ്റത് എന്തിന്? ഓപ്ഷൻസ്: എ സ്വന്തം പാപങ്ങളെ കഴുകാൻ, ബി ഇസ്രായേലിന് തന്നെ വെളിപ്പെടുത്തേണ്ടതിന്, സി ദൈവകൽപ്പനയാൽ, ഡി പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ. ഉത്തരം ബി ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന്. യോഹന്നാൻ്റെ സുവിശേഷം
1 അധ്യായം 41 വാക്യം. 24 ചോദ്യം. യേശുവിൻ്റെ പിന്നാലെ ചെന്ന ആദ്യത്തെ 2 ശിഷ്യന്മാരിൽ ഒരാൾ ആരാണ്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യാക്കോബ്, സി അന്ത്രയാസ്, ഡി തോമസ്. ഉത്തരം സി അന്ത്രയാസ്. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 41 വാക്യം. 25 ചോദ്യം. തങ്ങൾ ആരെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അന്ത്രയാസ് ശീമോനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ യോഹന്നാൻ സ്നാപകനെ, ബി മശിഹായെ, സി പ്രവാചകനെ, ഡി രക്ഷകനെ. ഉത്തരം ബി മശിഹായെ. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 41 വാക്യം. 26 ചോദ്യം. അന്ത്രയാസിൻ്റെയും ശീമോൻ്റെയും പിതാവിൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: എ യോഹന്നാൻ, ബി പത്രോസ്, സി സെബദി, ഡി ഫിലിപ്പോസ്. ഉത്തരം എ യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 42 വാക്യം. 27 ചോദ്യം. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ പത്രോസിനെ കുറിച്ച്, ബി അന്ത്രയാസിനെ കുറിച്ച്, സി നഥനയേലിനെ കുറിച്ച്, ഡി ഫിലിപ്പോസിനെ കുറിച്ച്. ഉത്തരം സി നഥനയേലിനെ കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 47 വാക്യം. ഈ അധ്യായത്തിലെ MCQ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുമായി ഉടനെ തന്നെ വരുന്നതാകുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.